ഈ നാഗകാളി എന്ന് പറയുന്ന സമ്പ്രദായത്തെ ഭദ്രകാളി രീതിയിൽ ഉപാസിക്കുന്നുണ്ട്. ഒരു സർപ്പമല്ല, മറിച്ച് നാഗത്തെ ഭൂഷണമായിട്ട് അണിഞ്ഞിരിക്കുന്ന ഭദ്രകാളിയാണ് നാഗകാളി എന്നൊരു ധാരണ. പൊതുവേ നമ്മൾ നാഗകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗരാജാവിൻ്റെ ഭാര്യയായിട്ടാണ് സങ്കല്പം. ഈ നാഗകാളി ആരാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും അധിക പ്രാധാന്യം നാഗകാളിക്കാണ്. നാഗരാജാവിനേക്കാളും ഒരു പൊടിക്ക് പ്രാധാന്യം ആ നാഗരാജാവിൻ്റെ വാമഭാഗത്തിരിക്കുന്ന അല്ലെ നാഗരാജാവിൻ്റെ അർദ്ധാംഗിനിയായിരിക്കുന്ന സാക്ഷാൽ നാഗേശ്വരി തന്നെയാണ് നമ്മൾ ഇവിടെ നാഗകാളി എന്നും ഇവിടെ നാഗയക്ഷി എന്നും പറയുന്നത് സംശയമില്ല. ചിലയിടത്ത് ഇതിനെ നാഗകന്യ എന്നും ചില സ്ഥലങ്ങളിൽ നാഗഭഗവതി എന്നും നാഗത്തമ്മ നാഗരമ്മ എന്നൊക്കെ പറയുന്നത് ഈ ദേവി തന്നെയാണ്. ഈ വിഗ്രഹം ആരുടെയാണ്? നമുക്ക് കാണുമ്പോഴേ ഒരു സംശയമില്ല, നമുക്ക് പറയാൻ പറ്റും. ഈ ഇവർ വനദുർഗ എന്ന് പെട്ട് ആരാധിക്കുന്ന വിഗ്രഹം സാക്ഷാൽ നാഗേക്ഷിയുടെ വിഗ്രഹമാണ്. രണ്ട് കയ്യിൽ പാമ്പിനും പിടിച്ചിട്ട് ആ നാട്ടുകാരി എൻ്റെ യക്ഷിയമ്മ എന്ന് വിളിച്ച് ആരാധിച്ച ഭഗവതി ഇപ്പോൾ അവിടെ ശിവപാർവതി ക്ഷേത്രം, ശിവ കുടുംബമാണ്. ഒറ്റക്കല്ലിൽ ഗണപതിയുടെ പുറത്ത് സുബ്രഹ്മണ്യൻ, സുബ്രഹ്മണ്യൻ്റെ പുറത്ത് പാർവതി, പാർവതിയുടെ പുറത്ത് കയറിയിരിക്കുന്ന ശിവൻ എന്ന് തരത്തിൽ. പക്ഷേ ഇത് എല്ലാ യക്ഷിമാരും സർപ്പവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല എന്നാണ് പറയാനുള്ളത്. യക്ഷി എന്ന് പറഞ്ഞാൽ അത് വേറൊരു വിധാനം. യക്ഷി, ഗന്ധർവന്മാർ, യക്ഷൻ, കിന്നരന്മാരെന്ന് പറയുന്നത് അത് വേറൊരു വിഭാഗമാണ്. സർപ്പാരാധന വരുന്ന നാഗയക്ഷി, സർപ്പയക്ഷി, കരിനാഗയക്ഷി എന്നൊക്കെ പറയുന്ന അത് വേറൊരു വിധാനമാണ്. ഈ സർപ്പത്തിൽ തന്നെ ഈ യക്ഷിമാരുണ്ട്. അതായത് ഈ സുന്ദരയക്ഷി, ഐശ്വര്യയക്ഷി എന്നൊക്കെ പറയുന്ന വിധാനം. നാഗകാളിയും ഭദ്രകാളിയും ഇന്ന് പല സ്ഥലങ്ങളിലും ഈ നാഗകാളി എന്ന് പറയുന്ന സമ്പ്രദായത്തെ ഭദ്രകാളി രീതിയിൽ ഉപാസിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് നാഗകാളി തന്നെയാണോ യഥാർത്ഥ ഭദ്രകാളി എന്ന് പറയുന്നത്? അല്ല, തീർച്ചയായിട്ടും നാഗകാളി ഭദ്രകാളി സങ്കല്പങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പൊതുവേ നമ്മൾ കാളി എന്ന് പറയുന്ന സമയത്ത് പെണ്ണ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പര്യായപദം എന്ന നിലക്ക് പലയിടത്തും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. കാളി എന്ന് പറഞ്ഞാൽ പെണ്ണാണെന്നും കണ്ടൻ എന്ന് പറഞ്ഞാൽ ആണാണെന്നും എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ ഭാഷയിലും നമ്മുടെ സംസ്കാരത്തിലും ആചാരത്തിലും പോലും പലയിടത്തും ഉപയോഗിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഈ നാഗകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഭദ്രകാളിയല്ല. പല സ്ഥലങ്ങളിൽ പല ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ ഈ നാഗകാളി സങ്കല്പം കാണുന്നത് തന്നെ കൂടുതലും കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറത്തിൻ്റെ വടക്കൻ ഭാഗങ്ങൾ ഈ സ്ഥലത്തൊക്കെയാണ് നാഗകാളി എന്ന് പറയുന്നൊരു ആരാധന അധികമായിട്ടും കാണുന്നത്. ഇവിടങ്ങളിലൊക്കെ തന്നെ പല ക്ഷേത്രങ്ങളിലും ഈ നാഗകാളി കാവ് സമ്പ്രദായത്തെ മാറ്റി പുനഃപ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഭദ്രകാളി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ കണ്ടത് ഈ സർപ്പം ഒരിക്കലും ചോര കണ്ടാൽ പ്രസാദിക്കുന്ന ഒരു മൂർത്തിയല്ല. അപ്പോൾ ഈ നാഗകാളിയുടെ വെളിച്ചപ്പാടന്മാരൊക്കെ മിക്കവാറും തുള്ളി വന്നു കഴിഞ്ഞാൽ ഈ നെറ്റിയിൽ വാളുകൊണ്ട് വെട്ടുക, ചോര കാണുക, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മുട്ട മുതലായ കാര്യങ്ങൾ കഴിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് സർപ്പമല്ല, മറിച്ച് നാഗത്തെ ഭൂഷണമായിട്ട് അണിഞ്ഞിരിക്കുന്ന ഭദ്രകാളിയാണ് നാഗകാളി എന്നൊരു ധാരണ ഒരു ജ്യോത്സ്യർ ഇങ്ങനെ പങ്കുവയ്ക്കുകയുണ്ട്. പക്ഷെ അത് വളരെ തെറ്റാണ്. ഈ നാഗകാളി ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് നാഗത്തെ ഭൂഷണമായിട്ട് അണിഞ്ഞിട്ടുള്ള ഭദ്രകാളിയല്ല, ഒരിക്കലുമല്ല. ഇത് നാഗസ്വരൂപിണിയായിരിക്കുന്ന കാളിയാണ്. ഇവിടെ നാഗകാളി എന്ന് പറയുന്ന നാഗലോകത്തിരിക്കുന്ന നാഗങ്ങളുടെ മാതാവായിരിക്കുന്ന ഒരു മഹാനാഗിനിയാണ്. അവർ തന്നെ ഒരു നാഗാണ്, നാഗങ്ങളുടെ മാതാവുമാണ്. അവർ ഒരു നാഗിനി, സ്വയം ഒരു നാഗിനിയാണ് അവർ. ഈ നാഗകാളിക്ക് ഭദ്രകാളി, അവതാരകാളി എന്ന് പറയുന്നത് പോലെ ഭദ്രകാളി, മഹാകാളി എന്ന് പറയുന്ന രണ്ട് ഭാവമുണ്ട്. ഭദ്രകാളി അവതാരകാളിയായിട്ടും മഹാകാളി എന്ന് പറയുന്നത് അത്യാവസാനം ഇല്ലാത്ത പരാശക്തിയായിട്ട് ഒരു സങ്കല്പമാണല്ലോ ഉള്ളത്. ഈ സെയിം സങ്കല്പം ഈ നാഗകാളിക്കും വരുന്നുണ്ട്. പൊതുവേ നമ്മൾ നാഗകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗരാജാവിൻ്റെ ഭാര്യയായിട്ടാണ് സങ്കല്പം. അതായത് പുരുഷനായിരിക്കുന്ന, പ്രകൃതിയും പുരുഷനും എന്ന് പറയുന്നത് പോലെ ആ പുരുഷനായിരിക്കുന്ന നാഗരാജാവിൻ്റെ ശക്തിയായിട്ടാണ് ഇവിടെ നാഗകാളിയെ നമ്മൾ കാണുന്നത്. ആ നാഗകാളിയും നാഗരാജാവും ചേർന്ന് സൃഷ്ടിച്ചിരിക്കുന്ന ആണ് ഈ നാഗലോകവും, ഇല്ലെങ്കിൽ അവരുടെ മക്കളായിരിക്കുന്ന സമസ്ത നാഗദേവതമാരും എന്ന് പറയുന്നിട്ട് ഒരു സങ്കല്പമുണ്ട്. ഇതല്ലാതെ ഈ അവതാരകാളിക എന്ന് പറയുന്ന സങ്കല്പത്തിൽ നാഗരാജാവിൻ്റെ മകളായിരിക്കുന്ന നാഗകാളി എന്ന് പറഞ്ഞിട്ടുള്ള സങ്കല്പം കൂടിയുണ്ട്. നാഗരാജാവിൻ്റെ മകളായിരിക്കുന്ന നാഗകാളി എന്ന് പറയുന്ന ഒരു സങ്കല്പം കൂടിയുണ്ട്. അപ്പോൾ ഈ രണ്ട് വിധാനത്തിലാണെങ്കിൽ പോലും ഇത് ഭദ്രകാളിയല്ല, ഇതിൻ്റെ വിധാനം വേറെയാണ്. ഇതിനെ പരിപൂർണമായിട്ടും സർപ്പത്തിൻ്റെ വിധാനത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു ദേവതയാണ്. പക്ഷേ ഈ ആരാധനയിലേക്ക് ഗുരുതി വരുന്നുണ്ട് എന്നതുകൊണ്ട് സർപ്പമല്ലെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഗുരുതി ആവശ്യപ്പെടുന്ന നാഗദേവതമാർ വേറെയുണ്ട്. അതുപോലെ മുട്ട, മദ്യം, മാംസമൊക്കെ വെച്ചിട്ടുള്ള പൂജകൾ ഈ നാഗകാളിയുടെ വിധാനത്തിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് നാഗരാജാവിൻ്റെ പത്നിയായിട്ടോ ചില സമ്പ്രദായങ്ങളിൽ പുത്രിയായിട്ടോ ഉള്ള ഒരു സങ്കല്പമാണ് നാഗകാളി എന്ന് പറഞ്ഞാൽ. യഥാർത്ഥ കാളിയെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കഥകളിലും കഴിയുന്നുണ്ട്. അതിപ്പോൾ ശിവന്റെ മകളാണ് അല്ലെങ്കിൽ ശിവന്റെ ഭാര്യയാണ് എന്നുള്ള രീതിയിലും. അപ്പോൾ അതേ വിധാനങ്ങൾ തന്നെ നാഗത്തിലേക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? അതേ വിധാനങ്ങൾ നാഗത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞു. ഈ കാളി എന്ന് പറയുന്നതിനെ നമ്മൾ പെണ്ണ് എന്ന് പറയുന്നതിന്റെ പര്യായപദമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ പൊതുവെ ഈ വടക്കൻ കേരളം എന്ന് പറയുന്നത് ശാക്തേയ ഭൂമികയാണ്. ശക്തി ആരാധനയ്ക്ക് കുറച്ചുകൂടിയും പ്രാധാന്യമുണ്ട്.
ഇപ്പോൾ നമ്മൾ നാഗരാജാവ് നാഗയക്ഷി എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന പല സമ്പ്രദായങ്ങളിൽ തന്നെ നാഗരാജാവിന് കുറച്ചധികം പ്രാധാന്യം പല കുടുംബങ്ങളിലും പൂർവികമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ മിക്കവാറും ഈ നാഗകാളിയെ ആരാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും അധിക പ്രാധാന്യം നാഗകാളിക്കാണ്. നാഗരാജാവിനേക്കാളും ഒരു പൊടിക്ക് പ്രാധാന്യം നാഗകാളിക്കാണ്. അതെന്തുകൊണ്ടാണ്? ആ ശക്തി ആരാധനയുടെ വിശേഷം കൊണ്ടാണ്, ശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിധാനം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ശക്തി എന്ന് പറയുന്നത് നാഗകാളിയാണ്. അത് ഒരിക്കലും ഭദ്രകാളിയോ മഹാകാളിയോ എന്ന് പറയുന്ന ആ അതേ ദേവതയാണെന്നുള്ളതല്ല. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണിത്. നമ്മുടെ ഈ മനുഷ്യാകാരത്തിലുള്ള ദേവതമാർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഭാവങ്ങളും ഭേദങ്ങളും ഉണ്ടോ അത് തന്നെ നാഗലോകത്തിലേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും തന്നെ അവിടെയുണ്ട്. പക്ഷേ ഒരിക്കലും നാഗകാളിയെ ആരാധിക്കുന്ന ഒരു വിധാനത്തിൽ എന്നിട്ട് അവിടെ ഭദ്രകാളിയാക്കി കഴിഞ്ഞാൽ അതൊരിക്കലും ഗുണാവുന്ന ഒരു കാര്യമല്ല എന്ന് മാത്രമല്ല, നമുക്ക് അന്യമന്ത്രജന ദോഷം ഉണ്ടാവുകയും ചെയ്യും. ആ ദേവതക്ക് ആഭിചാരം ചെയ്യുന്നതിന് തുല്യമായി പോകും. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഈ തെക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നാഗയക്ഷിയാണുള്ളത്. ഈ നാഗയക്ഷിയും നാഗകാളിയും ഒരേ സ്വരൂപം തന്നെയാണ് വരുന്നത്. ഇത് അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ആ നാഗരാജാവിൻ്റെ വാമഭാഗത്തിരിക്കുന്ന അല്ലെ നാഗരാജാവിൻ്റെ അർദ്ധാംഗിനിയായിരിക്കുന്ന സാക്ഷാൽ നാഗേശ്വരി തന്നെയാണ് നമ്മൾ ഇവിടെ നാഗകാളി എന്നും ഇവിടെ നാഗയക്ഷി എന്നും പറയുന്നത് സംശയമില്ല. ചിലയിടത്ത് ഇതിനെ നാഗകന്യ എന്നും ചില സ്ഥലങ്ങളിൽ നാഗഭഗവതി എന്നും നാഗത്തമ്മ നാഗരമ്മ എന്നൊക്കെ പറയുന്നത് ഈ ദേവി തന്നെയാണ്. പക്ഷെ ആരാധന വരുന്ന സമയത്ത് വ്യത്യാസമുണ്ട്. നാഗയക്ഷിയുടെ അതേ രീതിയിലുള്ള ആരാധനയല്ല നാഗകാളിക്ക് വരുന്നത്. അടിസ്ഥാനപരമായിട്ട് ഒരു ദേവതയാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ ഈ ഷോഡശി എന്ന് പറയുന്നത്, ത്രിപുരസുന്ദരി എന്ന് പറയുന്നതും കാളി എന്ന് പറയുന്നതും പരാശക്തി തന്നെയാണെങ്കിൽ പോലും ആ മൂർത്തി ഇവർ രണ്ടും ശിവൻ്റെ അർദ്ധാംഗിനിമാരാണെങ്കിൽ പോലും അവരെടുത്ത് തന്നെ ശിവൻ്റെ ഭാവത്തിനും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അവരെ ആരാധിക്കുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ത്രിപുരസുന്ദരി ആരാധിക്കുന്ന അതേ രീതിയിലാവണം എന്നില്ല നമ്മൾ മഹാകാളി ആരാധിക്കുന്നത് എന്ന് പറയുന്നത് പോലൊരു വ്യത്യാസം ഇതിനകത്തുണ്ട്. പക്ഷേ ഇത് ആത്യന്തികമായിട്ട് നാഗയക്ഷി, നാഗകാളി, നാഗഭഗവതി, നാഗരമ്മ എന്നൊക്കെ പറയുന്നത് ഒരു ശക്തിയെ തന്നെയാണ്. പക്ഷേ മൂർത്തിഭേദം വ്യത്യാസമുണ്ട്. നാഗയക്ഷി മന്ത്രം കൊണ്ട് ഒരിക്കലും നാഗകാളിയെ പൂജിക്കാൻ പാടുള്ളതല്ല. മറ്റൊരു സംശയമാണ്, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ ഈ കാടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് ഈ മുത്തപ്പനും മുത്തിയമ്മയും ശിവനും പാർവതി സങ്കല്പമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പ്രതിഷ്ഠകൾ കാണുമ്പോൾ പലപ്പോഴും ഒരു നാഗപ്രതിഷ്ഠത പോലെയാണ് ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതെല്ലാം ഒരു നാഗാരാധനയുടെ ഭാഗമായിരുന്നു. മുത്തപ്പനും മുത്തിയും എന്ന് പറഞ്ഞിട്ട് സർപ്പങ്ങളെ ആരാധിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഈ കോട്ടയം ഭാഗത്തൊരു പങ്കനും പങ്കിയുണ്ട്. ശരിക്കും ഭൂതത്തിൻ്റെ പുറത്തിരിക്കുന്ന നാഗരാജാവാണ് അവിടെ പ്രതിഷ്ഠ. അതുപോലെ എണീറ്റ് നിന്ന് രണ്ട് കൈകളിൽ പാമ്പിനെ പിടിച്ചിരിക്കുന്ന നാഗയക്ഷിയാണ് ഈ പങ്കി എന്ന് പറയുന്നത്. അപ്പോൾ പങ്കൻ എന്ന് പറയുന്നത് നാഗരാജാവും പങ്കി എന്ന് പറയുന്ന നാഗയക്ഷിയാണ്. അതുപോലെ നമ്മുടെ വൈക്കം ഭാഗത്തിൽ നല്ലച്ഛനും നല്ലമ്മയുണ്ട്. നല്ലച്ഛൻ എന്ന് പറയുന്നത് നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയാണ്, നല്ലമ്മ എന്ന് പറയുന്നത് നാഗയക്ഷിയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ രാഹുൽ പറഞ്ഞത് മുത്തപ്പനും മുത്തി. പല സ്ഥലങ്ങളിലും നാഗരാജാവിനെ മുത്തപ്പൻ എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ അവർ അത് ശിവപാർവതി സങ്കല്പത്തെ പറ്റിയൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ ആ പ്രതിഷ്ഠ നോക്കുമ്പോൾ പലപ്പോഴും എങ്ങനെയാണോ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠകൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ നാഗദേവിയുടെ പ്രതിഷ്ഠകൾ ഇരിക്കുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും പ്രതിഷ്ഠാ സമ്പ്രദായങ്ങളെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇത് ഡീൽ ചെയ്യുന്ന ആചാര്യന്മാർക്ക് ഇത് മുത്തപ്പൻ, മുത്തി, നല്ലച്ഛൻ, നല്ലമ്മ, പങ്കൻ, പങ്കി എന്നുള്ളത് ഇവരെ വിളിക്കുന്നത് കൊണ്ട് ഇതൊരിക്കലും ഇതര ദേവതമാർ ആവണമെന്നില്ല, നാഗങ്ങൾ തന്നെ ആവാം. അപ്പോൾ ഈ നാഗങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ നാഗാരാധനയുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം കൊണ്ട് ഇവരെ ഒരു ഈ മുത്തപ്പൻ എന്നൊക്കെ വിളിക്കുന്നത് തന്നെ നമ്മുടെ പൂർവ്വപിതാവ് എന്നുള്ള, അല്ല അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ മുതുമുത്തശ്ശൻ, നമ്മുടെ പൂർവ്വപിതാവ് എന്നൊക്കെയുള്ള അഭിവന്ദ്യനായിട്ടുള്ള പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മുത്തപ്പൻ, നല്ലച്ഛൻ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാനം ഈ നാഗദേവതമാർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. അതല്ലാതെ ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇത് ശിവനും പാർവതിയൊന്നും ആയതുകൊണ്ടല്ല യഥാർത്ഥത്തിൽ. അപ്പം ഈ സമ്പ്രദായത്തെ പറ്റി അറിയാൻ പാടില്ലാത്ത ആചാര്യന്മാർ ഇതിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു വിഷയമാണ്. ഇടുക്കി ജില്ല എന്ന് പറയുന്നത് വലിയ പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളൊന്നും ഉള്ള ഒരു സ്ഥലമല്ല. ഒരു കാലഘട്ടത്തിൽ മൊത്തം വനം കയറി കിടന്നിരുന്ന സ്ഥലമാണ്. പിന്നീട് ആളുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടും താമസിപ്പിക്കുകയാണ് ചെയ്തത്. അവിടെ ഒരു പിൽക്കാലത്ത് സ്ഥാപിച്ച ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പറമ്പ് കിടക്കുന്ന സമയത്ത് 2 വിഗ്രഹങ്ങൾ കിട്ടുകയാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിലെ തന്ത്രിക്ക് ഇത് ആരുടെ വിഗ്രഹങ്ങളാണെന്ന് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. ഈ തന്ത്രി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലുള്ള ഒരാളാണ് അവിടെ തന്ത്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ആരുടെ വിഗ്രഹം അദ്ദേഹത്തിനൊരു പിടിയില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെ വനദുർഗയായിട്ടും ഒന്നിനെ ഭദ്രകാളിയായിട്ടും ആരാധിക്കാൻ പറഞ്ഞ അതിൻ്റെ വിധാനം ചിട്ടപ്പെടുത്തിയിട്ട് പോകുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഇങ്ങനെ അവിചാരിതമായിട്ട്, അദ്ദേഹം ഒരു ശാന്തിക്കാരനാണ്, എനിക്കിങ്ങനെ ഫോട്ടോ അയച്ചു തന്നു. ഈ വിഗ്രഹം ആരുടെയാണ്? അപ്പോൾ നമുക്ക് കാണുമ്പോഴേ ഒരു സംശയം നമുക്ക് പറയാൻ പറ്റും, ഇവർ വനദുർഗ എന്ന് പെട്ട് ആരാധിക്കുന്ന വിഗ്രഹം സാക്ഷാൽ നാഗേക്ഷിയുടെ വിഗ്രഹമാണ്. 2 കൈയിൽ പാമ്പിനും പിടിച്ചിട്ട് 5 തലയുള്ള നാഗത്തിൻ്റെ കീഴിൽ ഭൂതത്തിൻ്റെ പുറത്തിരിക്കുന്ന നാഗേക്ഷിയാണ് ആ പ്രതിഷ്ഠ. അപ്പുറത്ത് ഒരു ഭദ്രകാളി എന്ന് പറഞ്ഞ് ആരാധിക്കുന്നത് ഭൂതത്തിൻ്റെ പുറത്ത് വാളും പാത്രവട്ടകയും 2 കൈയിൽ നാഗങ്ങളും വാളും പാത്രവട്ടകയും പിടിച്ചിരിക്കുന്ന നാഗചാമുണ്ടിയുടെ വിഗ്രഹമാണ്.
അപ്പം ഈ അദ്ദേഹം വടക്കുന്നുള്ള ഒരു ആചാര്യനാണ്, അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അറിയില്ല എങ്കിൽ പോലും അറിവുള്ള ആചാര്യന്മാരോട് ചോദിക്കുക. ഈ സമ്പ്രദായത്തെ വികലമാക്കാതിരിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇദ്ദേഹം ഇത് വനദുർഗയാണ്, ഭദ്രകാളിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ പുനഃപ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ ആയതുകൊണ്ടല്ല, മറിച്ച് ആ ആചാര്യൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ദേവതമാരെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ പറഞ്ഞ കേസ് അവർക്കൊരു ഹിന്ദു ഇല്ല, 2 വിഗ്രഹം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ കുറച്ചെങ്കിലും ഈ സർപ്പ സമ്പ്രദായത്തെ പറ്റി അറിയാവുന്ന വ്യക്തിയാണ് അത് കണ്ടു കഴിഞ്ഞാൽ, ഇല്ലേ ഈ ആചാര്യന്മാർ അവരുടെ ഈഗോ മാറ്റി വെച്ച് അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ വളരെ പറഞ്ഞു കൊടുക്കാവുന്നൊരു കാര്യമുള്ളൂ. അത് ആ വിഗ്രഹം കാണുമ്പോൾ അറിയാം, ഒന്നും സംശയിക്കാനില്ല അത് സർപ്പവിഗ്രഹമാണെന്നുള്ളത്. പക്ഷേ അങ്ങനെ കുറച്ച് ഈഗോ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ദേവതമാർ വരുന്നത്. അറിവില്ലായ്മയും കുറേ ഈഗോയും, ഈ 2 വിഷയവും വരുന്ന സമയത്താണ് ഈ ദേവതമാരുടെ സമ്പ്രദായം അപ്പാടെ മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. നമ്മുടെ ഈ ചേർത്തല ഭാഗത്ത് ഒരു ഭൂതകാല നാഗേക്ഷി ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഭൂതം, കാലൻ, അതിൻ്റെ മുകളിൽ നാഗേക്ഷി, ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ. അത് ആ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും യക്ഷിയമ്മ എന്ന് വിളിച്ച് ആരാധിച്ചു പോയിരുന്ന ഒരു വിഗ്രഹമാണ്. ഭൂതം, കാലം, നാഗയക്ഷി, നാഗയക്ഷിയുടെ മുകളിൽ വീണ്ടും നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയുള്ളൊരു അപൂർവ വലിയ വിഗ്രഹമാണ്. ഇത് കുറച്ച് ജ്യോത്സ്യന്മാർ വന്ന് പ്രശ്നം വെച്ച സമയത്ത് ഈ ഭൂതം എന്ന് പറഞ്ഞ ഗണപതിയാണെന്നും കാലൻ എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യനാണെന്നും നാഗയക്ഷി പാർവതിയാണെന്നും അതിൻ്റെ മുകളിലിരിക്കുന്ന നാഗരാജാവ് ശിവനാണെന്ന് ഇവർക്ക് തോന്നുക. അപ്പോൾ ഇത്രയും തലമുറകളായിട്ട് ആ കുടുംബക്കാരും ആ നാട്ടിലൊക്കെ ഭയങ്കര പ്രസിദ്ധിയുള്ള ക്ഷേത്രമാണ്. ആ നാട്ടുകാർ എൻ്റെ യക്ഷിയമ്മ എന്ന് വിളിച്ച് ആരാധിച്ച ഭഗവതി ഇപ്പോൾ അവിടെ ശിവപാർവതി ക്ഷേത്രമാണ്, ശിവകുടുംബമാണ്. ഒറ്റക്കല്ലിൽ ഗണപതിയുടെ പുറത്ത് സുബ്രഹ്മണ്യൻ, സുബ്രഹ്മണ്യൻ്റെ പുറത്ത് പാർവതി, പാർവതിയുടെ പുറത്ത് കയറിയിരിക്കുന്ന ശിവൻ എന്ന് തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതിപ്പോൾ ശിവപാർവതി ക്ഷേത്രമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ മാറ്റങ്ങൾ ഈ ആരാധനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ യക്ഷി ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ യക്ഷി സമ്പ്രദായം. അപ്പോൾ യക്ഷി സമ്പ്രദായവും യഥാർത്ഥത്തിൽ ഈ നാഗാരാധനയുടെ ഒരു ഭാഗമാണ്. ഞാൻ പലപ്പോഴും ഈ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും യക്ഷിക്ക് വേണ്ടിയിട്ടൊരു തറയുണ്ടാകും. ആ തറയിലിരിക്കുന്ന ചെറിയൊരു ബിംബം കണ്ടു കഴിഞ്ഞാൽ അതൊരു നാഗത്തിൻ്റെ പ്രതിഷ്ഠ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ യക്ഷിയമ്മൻ സങ്കല്പങ്ങളെല്ലാം നാഗാരാധനയുടെ ഭാഗമായിരുന്നു. അങ്ങനെ ആവണമെന്നില്ല. യക്ഷി എന്ന് പറയുന്ന സങ്കല്പങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും 2 തരത്തിലുള്ള യക്ഷി സങ്കല്പങ്ങൾ നമ്മൾ കേരളത്തിൽ ആരാധിക്കുന്നുണ്ട്. ഒന്ന്, മരിച്ചുപോയ വീരവനിതകൾ, അവരെ നമ്മൾ ശരിക്കും രക്ഷസ് എന്നാണ് അവർ പറയേണ്ടത്. അങ്ങനെ വീരവനിതകളെ യക്ഷിയായിട്ട് ആരാധിക്കുന്ന ഒരു രീതിയുണ്ട്. കൂടുതലും തെക്കൻ ജില്ലകളിലേക്കാണ് കാണുന്നത്. കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിലേക്കാണ് അങ്ങനത്തെ ഒരു യക്ഷിയെ കാണുന്നത്. പക്ഷേ മധ്യ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ യക്ഷിയമ്മ എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ദേവതമാരിൽ ഭൂരിഭാഗവും ഗന്ധർവ സ്ത്രീകളോ അപ്സര സ്ത്രീകളോ ഇല്ല യക്ഷിമാർ തന്നെയൊക്കെയാണ്. അല്ലാതെ ഈ മരിച്ചുപോയ സങ്കല്പത്തിലുള്ള ദേവതമാരെയല്ല നമ്മൾ യക്ഷി എന്നിട്ട് ആരാധിക്കുന്നത്. ഇപ്പം കൂടുതലും വാൽക്കണ്ണാടിയിലേക്കൊക്കെയാണ്, അല്ലെങ്കിൽ പീഠപ്രതിഷ്ഠയായിട്ടോ വാൽക്കണ്ണാടി പ്രതിഷ്ഠയായിട്ടൊക്കെയാണ് ഈ യക്ഷിയമ്മയുടെ ആരാധന കണ്ടുവരുന്നത്. പക്ഷേ ഇത് എല്ലാ യക്ഷിമാരും സർപ്പവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല എന്നാണ് പറയാനുള്ളത്. യക്ഷി എന്ന് പറഞ്ഞാൽ അത് വേറൊരു വിധമാണ്. യക്ഷി, ഗന്ധർവന്മാർ, യക്ഷൻ, കിന്നരന്മാരെന്ന് പറയുന്നത് അത് വേറൊരു വിഭാഗമാണ്. സർപ്പാരാധന വരുന്ന നാഗയക്ഷി, സർപ്പയക്ഷി, കരിനാഗയക്ഷി എന്നൊക്കെ പറയുന്ന അത് വേറൊരു വിധാനമാണ്. പലപ്പോഴും ഇത് രണ്ടും പലയിടത്തും കൈകോർത്ത് വരാറുണ്ട്. ഈ സർപ്പത്തിൽ തന്നെ ഈ യക്ഷിമാരുണ്ട്. അതായത് ഈ സുന്ദരയക്ഷി, ഐശ്വര്യയക്ഷി എന്നൊക്കെ പറയുന്ന വിധാനം സർപ്പത്തിൽ അത് വേറെ കാണാം. അവർക്ക് നാഗയക്ഷിയുടെ രൂപമാണ് അവർക്കുള്ളത്. അല്ലെങ്കിൽ നാഗയക്ഷിയുടെ സഖിമാരായിട്ടാണ് ഇവരെ വിലയിരുത്തുന്നത്. മറ്റവിടെ പറയുന്ന സുന്ദരയക്ഷി, ആകാശയക്ഷി, അംബരയക്ഷി എന്നൊക്കെ പറയുന്നത് അത് വ്യത്യാസമുള്ളൊരു വിധാനമാണ്. രണ്ടും പലപ്പോഴും കൈകോർത്ത് വരുന്നതായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ പോലും 2 വ്യത്യസ്ത ദേവതാ സങ്കല്പങ്ങളാണ്. എന്നാൽ സർപ്പക്കാവുകളിൽ കാണുന്ന സുന്ദരയക്ഷി, ഐശ്വര്യയക്ഷി എന്നൊക്കെ പറയുന്നത് അത് സർപ്പങ്ങളിൽ പെട്ടിട്ടുള്ള യക്ഷിനെയാണ് സൂചിപ്പിക്കുന്നത്.